ശരിക്കും ടെക്നോ പാർക്കിൻ്റെ ആ ഒരു ടീം എന്ന് പറയുന്ന ഒരു 11 മെമ്പർ ടീം, ഒരു ഫുട്ബോൾ ടീമോ ക്രിക്കറ്റ് ടീം പോലത്തെ ഒരു ഇതായിരുന്നു. ഞങ്ങൾ 11 പേര്, ഞാനതിൻ്റെ ക്യാപ്റ്റൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് ഈ ടെക്നോ പാർക്കിൻ്റെ. ഞാനുണ്ടായിരുന്ന പീരീഡ് മുഴുവനും ആ ഒരു 11 പേരുടെ ഒരു ടീമാണ് ടെക്നോ പാർക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത്. ശരിക്കും ആ ടീമിൻ്റെ കമ്മിറ്റ്മെൻറ്റും അതിൻ്റെ ഒരു എന്താ പറയുക, അവരുടെ ഒരു എന്താ പറയുക, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിലുള്ളൊരു ഇതാണ് ഈ ആ ഒരു ടീമിൻ്റെ ഏറ്റവും വലിയൊരു ഫിറ്റ്. ശരിക്കും ഈ ഗവൺമെൻറ് മാറി, ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ഗവൺമെൻറ് മാറി കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്ലാനിംഗ് ബോർഡിൽ അന്ന് ശ്രീ വി രാമചന്ദ്രനാണ് വൈസ് ചെയർമാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതേപോലെ ഡിസ്കഷന് വിളിച്ചപ്പോൾ ഞാൻ പണ്ടത്തെ പോലെ എൻ്റെ ഒരു ഓവർ ഹെഡ് പ്രൊജക്ടറൊക്കെ ആയിട്ട് പോയി പ്രസൻറ്റേഷൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് 16 കോടി രൂപ വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാസ്റ്റ് ഇയർ യു ഗോട്ട് ഓൺലി 1 crore. ഹൗ ക്യാൻ യു ആസ്ക് ഫോർ 16? അപ്പോൾ ഞാൻ പറഞ്ഞു, ലുക്ക്, ഐ നീഡ് 16 crores and I have 19 posts that are cleared. I want to reduce that to 12 എന്ന് പറഞ്ഞു. He said, what are you telling? ഞാൻ പറഞ്ഞു, look, I have 19 posts which have been approved. We are 11 of us. I want to reduce that to 12. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്, I didn't want pressure to take on people. You are the first person who is asking for more money and less people. I want to have a detailed sitting with you, come again എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഇത് വളരെ ഡീറ്റെയിൽഡായിട്ട് എല്ലാം പറഞ്ഞു. അടിച്ചെടുത്ത് അദ്ദേഹം പറഞ്ഞു, ഐ വിൽ എൻഷുർ യു ഗെറ്റ് ദ മണി. അങ്ങനെ 1 കോടിയിൽ നിന്നും ടെക്നോ പാർക്കിൻ്റെ ഫണ്ട് അലൊക്കേഷൻ അടുത്ത ബഡ്ജറ്റ് വന്ന് 16 കോടിയായിട്ട് മാറി. അതൊരു വലിയൊരു അപ്പോൾ ആ ഒരു അതിൻ്റെ മെയിൻ റീസൺ എന്ന് ഞാൻ പറഞ്ഞു, പൈസ വരാതെ വി വിൽ നോട്ട് സ്റ്റാർട്ട് എനി കൺസ്ട്രക്ഷൻ. അങ്ങനെയാണ് ടെക്നോ പാർക്കിൻ്റെ ഇന്നും ശരിക്കും ഫണ്ടിങ് ഇല്ലാതെ ദേ ഡോണ്ട് ഗിവ് എ കോൺട്രാക്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ചെയ്തു. പിന്നീട് ഒരു വലിയൊരു ഇതുള്ളത്, ശരിക്കും ടെക്നോ പാർക്ക് ആദ്യമായിട്ട് ബുൾഡോസേഴ്സും മറ്റും ട്രിവാൻഡ്രത്ത് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത് ടെക്നോ പാർക്കിലാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. അപ്പോൾ അന്നത്തെ മെയിൻ റോഡ് കോൺട്രാക്റ്റും കൊടുത്തിരുന്നത് ഒരു ജി അനിരുദ്ധൻ എന്ന് ട്രിവാൻഡ്രത്തോടുള്ള ഒരു PWD കോൺട്രാക്ടറാണ്. അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് എടുത്തു. പക്ഷേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും 1 വർഷം കൊണ്ട് തീർക്കാൻ ഒക്കില്ല, ഇതൊക്കെ ഒരു 2-3 വർഷം എടുക്കും ഈ വർക്ക്. അപ്പോൾ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ മുഴുവനും കുറേ തൊഴിലാളികളെ നിർത്തി ചെയ്യാന്നുള്ള. ഞാൻ പറഞ്ഞു, നടക്കില്ല. ജയചന്ദ്രനും ഗോപിയൊക്കെ ആയിട്ടിരുന്ന് ഞങ്ങൾ പറഞ്ഞില്ല, നിങ്ങൾ മെക്കനൈസ്ഡ് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യണം, ബുൾഡോസേഴ്സും മറ്റും ഇറക്കിയാലേ ഒക്കെ ഉള്ളൂ. നേരം ഞാൻ ഇറക്കാൻ പ്രിപ്പയർഡാണ്, എനിക്ക് റേറ്റ് കിട്ടുന്ന മറ്റാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഇത് ഇറക്കാം, പക്ഷെ അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഇറക്കി നോക്കാമെന്ന്. അങ്ങനെ ഇറക്കിയപ്പോഴത്തേക്ക് ഇറക്കി കഴിഞ്ഞിട്ട് അപ്പോൾ ആരോ വന്ന് ഫ്രണ്ടിലൊരു കൊടി വെച്ചു, ബാക്കിലൊരു കൊടി വെച്ചു. എന്നിട്ട് അവരവിടെ നിന്ന് പറഞ്ഞിട്ട് കൊടി എടുക്കണം, എൻ്റെ കാല് വിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിനോട് ചെന്ന് പറഞ്ഞു, അവിടെ വർക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ മെക്കനൈസ്ഡ് അല്ലാതെ ശരിയാവില്ല, എർത്ത് മൂവിങ് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യണം, അല്ലാതെ ആൾക്കാർ ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു 10-12 വർഷം കഴിയും പണി തീരാൻ. എനിക്ക് ഈ വർക്ക് ഐ നീഡ് ടു ഫിനിഷ് ഇൻ 6 months to 1 year. ബാക്കിയുള്ള വർക്ക് അതനുസരിച്ച് കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ ഇത് ഫേമായിട്ട് നിന്നോ. ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല. അന്ന് അവിടെ DIG ആണത്, മിസ് സുമാരൻ നായർ. അദ്ദേഹം പിന്നീട് PhD എടുത്തു, പിന്നീട് IG ആയിരുന്നു, DGP ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും കൊടുത്തോളൂ, വിജയരാം വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ശ്രീ കരുണാകരൻ വിളിച്ച് പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ അവിടെ പുള്ളി കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇന്നതാണ് ഇഷ്യൂ എന്ന്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴപ്പോൾ ഒരു ടൈം പറഞ്ഞു. അപ്പോൾ ടൈം പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞു, ആ മുകളിലോട്ട് കയറുന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്താൽ മതി. അതായത് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് അകത്തോട്ട് കയറിയിട്ട് പിന്നെ ഈ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് ചെറിയ റോഡാണ്, അവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ കുറേ അപ്പുറത്ത് നിൽക്കുക. അദ്ദേഹം വന്ന് വണ്ടി അവിടെ നിർത്തിയിട്ട് നമുക്കിനി അങ്ങോട്ട് നടക്കാമെന്ന് പറഞ്ഞു. ഒരു 10-200 മീറ്ററേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, വണ്ടി അവിടെ വരുമ്പോൾ, ഇല്ല കുഴപ്പമില്ല, നമുക്ക് നടക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതാണ് ഒരു സ്മാർട്ട് പോലീസ് ഓഫീസറുടെ ഇതാവുന്നത്. അദ്ദേഹം DIG ഫ്രണ്ടിൽ നടക്കുമ്പോൾ ബാക്കിയുള്ള പോലീസുകാർ പുറയിലെ നടക്കും. അപ്പോൾ ഞാനും അദ്ദേഹം കൂടെ ഫ്രണ്ടിൽ നടക്കുന്നു. തൊട്ട് പുറയിൽ SP ഉണ്ട്, പിന്നെ DYSP ഉണ്ട്, സർക്കിൾ ഇൻസ്പെക്ടർ. ഇങ്ങനെ നോക്കിയപ്പോൾ പോലീസുകാരും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു റൂട്ട് മാർച്ച് പോലത്തെ ഒരു സാധനമായി മാറി. ഞങ്ങൾ നടന്നങ്ങോട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് കാണാം ഈ പറങ്ങിമാവിൻ്റെ ഇടയ്ക്കൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്.
അപ്പോൾ പുള്ളി അവിടെ പറഞ്ഞിട്ട് പറഞ്ഞ് കൊടി അങ്ങ് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി 2 കൊടിയും മാറ്റിയിട്ട് അപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ട്. മാറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവരോട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു, വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇപ്പം ഒരു ദിവസത്തേക്ക് വരണ്ട, പിന്നെ കുഴപ്പം വരില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുള്ളത്, യാതൊരു പ്രശ്നമില്ലായിരുന്നു. അന്ന് മുതലാണ് ഞങ്ങളവിടെ ബുൾഡോസർ യൂസ് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ആ റോഡ്സിൻ്റെ വർക്ക്. ഇതുപോലെ വേറെ 2 ഇഷ്യൂസ് നടന്നു. ഞാൻ ആ ലേബർ റിലേറ്റഡ്, പലപ്പോഴും നമ്മൾ കേരളത്തിലെ ലേബർ ഇഷ്യൂസ് ആണെന്ന് പറയുന്നതിൻ്റെ ഇതാണ്. അപ്പം രണ്ടാമത് വന്നത് ഈ റേറ്റ്സ് ഫിക്സ് ചെയ്യണം, ഹെഡ് ലോഡ് വർക്കേഴ്സിൻ്റെ മറ്റും. അപ്പോൾ അതിൽ അന്ന് ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രിയാണ്, പാർട്ടി സെക്രട്ടറി ഇ കെ നായനാരാണ്. അപ്പോൾ റേറ്റ്സ് ഫിക്സ് ചെയ്യാൻ നേരത്തെ ചാലയിലുള്ള റേറ്റിനേക്കാളും കുറച്ച് കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞു. സമ്മതിക്കില്ല, അവരതിൻ്റെ 3 ഇരട്ടിയും 4 ഇരട്ടിയൊക്കെ റേറ്റ് ചോദിച്ചത്. അങ്ങനെ ഞാൻ ഇ കെ നായനാരെ പോയി കണ്ടു. ഞാൻ കണ്ടിട്ട് പറഞ്ഞു പ്രശ്നമുണ്ട്. അങ്ങനെ പ്രശ്നം പാടില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് പ്രശ്നം. ചാലയിൽ 3 രൂപ എന്ന് പറയുന്ന സാധനത്തിന് ഇവർക്ക് ഇവിടെ 10 രൂപയ്ക്കാണ് ചോദിക്കുന്നത്, ചിലപ്പോൾ 5 രൂപ 6 രൂപ. പക്ഷെ അതിനപ്പുറം ഞാൻ കുറച്ച് കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ആലോചിച്ചിട്ട് പറഞ്ഞ്, ഞാൻ നിന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ബി ഫെയർ ആൻഡ് ബി ഫേം. അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഫെയർ ആണ്, എൻ്റെ റേറ്റ്സ് ഫിക്സ് ഫെയർ. ഫേം ആയിട്ടില്ല, പക്ഷേ ഫേം ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടില്ലാതെ ഫേം ആവാൻ നോക്കൂല. കുഴപ്പമില്ല, ഫേം ആയിക്കോളൂ. അപ്പോൾ തന്നെ ഞാൻ സുശീല ഗോപാലൻ അവിടെ AKG സെൻറ്ററിലാണ് പോയി മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ സുശീല ഗോപാലിനെ വിളിച്ചു, ആരോടെ പറഞ്ഞ് വിളിച്ച്. സുശീല ഗോപാലൻ വന്നപ്പോഴത്തേക്ക് നയനാരുടെ ഒരു ടിപ്പിക്കൽ വേ ഓഫ്, നമ്മൾ കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ച നമ്മൾ ഒരു കാര്യം ചർച്ച ചെയ്തില്ലേ, സുശീല മനസ്സിലായില്ല. ആ ഒരാളുടെ കാര്യം പറഞ്ഞില്ല, അയാൾ ഭയങ്കര ഒരു വീട് വയ്ക്കുന്നത്. അതെങ്ങനെയാണ് വീട് വയ്ക്കണമെന്ന് മനസ്സിലായ? ഇങ്ങനെ ഓരോരുത്തരെ പിഴിഞ്ഞാണ് അവർ വീടുണ്ടാക്കുന്നത്. അപ്പോൾ തൊഴിലാളി കൊടുക്കാതെ അവരാണ് ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നത്. അത് വേണ്ട, ഒരു കാര്യം ചെയ്യണം, അവിടുത്തെ ആൾക്കാരെ വിളിച്ച് പറയാം. സുശീലകുമാർ CITയുടെ വളരെ പ്രധാനപ്പെട്ട ആളായിരുന്നു. അവരെ വിളിച്ച് പറയാം, തർക്കം പാടില്ല, റേറ്റ് സമ്മതിക്കാൻ പറ്റും. അപ്പോൾ സുശീല വിളിച്ച് എന്താ റേറ്റ്, ആ റേറ്റ് വിജയരാമൻ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ തിരികെ പോയി, അന്ന് വൈകുന്നേരം പോയി അവർ പറഞ്ഞു ഓഫീസിൽ കാണാമെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഞങ്ങളുടെ വെള്ളയമ്പലത്തെ ഓഫീസിൽ വിളിപ്പിച്ചു. CITU, AITUC, INTUC 3 പേരും വന്ന് റേറ്റ്സിന് പറഞ്ഞില്ല, സാറ് പറഞ്ഞാൽ മതി. തലേന്ന് വരെ റേറ്റ് ഭയങ്കര കൂടിയിരുന്ന പാർട്ടികളുടെ റേറ്റ്. അപ്പം ഞാൻ പറഞ്ഞു ഇന്നതാണ് ചാലയിലുള്ള റേറ്റ്, ഇന്നതാണ് പാളയത്തുള്ള റേറ്റ്, ഈ റേറ്റാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്, ന്യായമായിട്ടുള്ള റേറ്റാണ് എനിക്ക്, ആയിക്കോട്ടെ നമുക്കങ്ങനെ ചെയ്യാവുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടെക്നോ പാർക്കിൽ ഞാനുണ്ടായിരുന്ന 7 വർഷം ഒരു ദിവസം പോലും ലേബർ ഓഫീസിൽ പോയിട്ടില്ല. അതുപോലെ ഒരു സംഭവം നടന്നത് ഇത് കഴിഞ്ഞിട്ട് INTUCക്കകത്ത് പ്രശ്നമായിരുന്നു. അവർ 2-3 ഗ്രൂപ്പായിരുന്നു. അപ്പോൾ സ്ഥിരം പ്രോബ്ലമാണ്. അങ്ങനെ ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ പോയി കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്, CMനെ ഒന്ന് കണ്ടു. ഇപ്പോൾ CMനെ കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാനും KM ചന്ദ്രശേഖരോടാണ് CMനെ പോയി കണ്ടത്. KM ചന്ദ്രശേഖർ അന്ന് ഇൻഡസ്ട്രി സെക്രട്ടറി, അദ്ദേഹം പിന്നീട് ക്യാബിനറ്റ് സെക്രട്ടറിയും പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനൊക്കെ ആയ ആളാണ്. അപ്പോൾ അവിടെ പോയി കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു CM ഒരു പ്രശ്നമുണ്ട് ടെക്നോ പാർക്ക്. ഞാൻ പറഞ്ഞിട്ടില്ലേ സുമാരൻ നേരെ വിളിച്ച് പറഞ്ഞാൽ പോരെ. ഞാൻ പറഞ്ഞു അതല്ല, അവിടുത്തെ പ്രശ്നം INTUC ആണ്. അപ്പോൾ അതിനെന്താ? ഞാൻ പറഞ്ഞു INTUC ആണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിനെന്താ? ഞാൻ പറഞ്ഞു INTUC അതിൽ CMൻ്റെ ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. പറഞ്ഞു അതിന് കുഴപ്പമില്ല, സുമാരൻ വിളിച്ച്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു INTUCക്കാരെ ഞാൻ 2 ആഴ്ചത്തേക്ക് അതിൻ്റെ അകത്ത് കയറാൻ സമ്മതിക്കുന്നില്ല, സസ്പെൻഡ് ചെയ്യാൻ പോകും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു CM ഞാൻ നാളെ ഡൽഹിക്ക് പോവാണ്, ഞാൻ ഇനി ഒരു 4-5 ദിവസം കഴിഞ്ഞ് വരും, പക്ഷെ ഞാൻ തീരുമാനം എടുത്തോളൂ, പ്രശ്നമുണ്ടെങ്കിൽ സുമാരൻ നായരോട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി എല്ലാ യൂണിയൻകാരെയൊക്കെ വിളിച്ചിട്ട് സൈറ്റിൽ തന്നെ പോയിട്ട് എല്ലാവരും വിളിച്ച്, സെക്യൂരിറ്റി ഉണ്ട്. ഞാൻ ഇപ്പോൾ തലേന്ന് വൈകുന്നേരം ഇതിൻ്റെ അകത്തുള്ള ഒരു INTUC നേതാവ് വീട്ടിൽ വിളിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന സെക്യൂരിറ്റിക്കാരനെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തതാണ്. ഞാൻ അവിടെ പോയി അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ ഇറങ്ങാൻ നേരത്തെ എന്നോട് ചോദിച്ചു ആരാ നേതാവ്? ഞാൻ പറഞ്ഞു 3 നേതാക്കന്മാരുണ്ടെന്ന് പറഞ്ഞു. 3 പേരുടെയും പേര്, ഞാൻ പേരുകളൊന്നും പറഞ്ഞില്ല, 3 പേരുടെയും പേര് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവരാണെങ്കിൽ പ്രശ്നം തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു.
മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ അവിടെ സൈറ്റിൽ പോയി ഞാൻ പറഞ്ഞു തീരുമാനം, ഞാൻ സി എമ്മിനെ കണ്ട കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ വന്നു. സർക്കിൾ ഇൻസ്പെക്ടർ വന്ന് അപ്പോൾ ചർച്ചകൾ നടക്കുക, ഒരു പ്രശ്നക്കാരനാണ്. ഞാൻ പറഞ്ഞു AITUസും CITU നാളെ മുതൽ വർക്ക് ചെയ്യാം, INTUC ആരും അടുത്ത 2 ആഴ്ചത്തേക്ക് കയറൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സർക്കിൾ ഇൻസ്പെക്ടർക്ക് അറിഞ്ഞൂടാ, ബാക്ക്ഗ്രൗണ്ട് അറിയില്ല. പുള്ളി അത് ന്യായമല്ലല്ലോ. ഞാൻ പറഞ്ഞു ന്യായം ഇത്ര തന്നെ, ഞാൻ തീരുമാനിച്ചിരുന്നതാണെന്ന്. അപ്പോൾ പുള്ളി ഇല്ല സാറേ എനിക്ക് സംസാരിക്കണം. അത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്നാണ് തീരുമാനം, നിങ്ങൾക്ക് തീരുമാനം പറ്റൂല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറയാം, നിങ്ങൾക്ക് പകരം വേറൊരാളിനെ ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. സാർ ഷുവറാണ്? ഞാൻ ഷുവറാണ്, ഇത്രയേ ഉള്ളൂ, INTUCക്കാർ അടുത്ത 2 ആഴ്ചത്തേക്ക് കയറില്ല എന്ന് പറഞ്ഞു. ഞാനങ്ങ് പോയി. ഇന്ന് രാത്രി വീട്ടിൽ എത്തിയപ്പോൾ വൈഫ് പറഞ്ഞു ഇന്നലെ വിളിച്ച ആൾ വിളിച്ചത്, പക്ഷേ ഇന്ന് വളരെ മര്യാദയ്ക്ക് വിജയരാമൻ സാർ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ പുള്ളി വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ടെക്നോ പാർക്ക് വിജയരാമനോടല്ല ടെക്നോ പാർക്ക് MDയോടല്ല സംസാരിക്കുന്നത്, പണ്ട് ആർട്സ് കോളേജിൽ പഠിച്ചു. ഞാൻ പറഞ്ഞു ഇന്നലെ വിളിച്ചപ്പോൾ എന്നെ അങ്ങനെയല്ലല്ലോ സംസാരിച്ചത്, വളരെ മോശമായിട്ടൊക്കെയല്ലേ സംസാരിച്ചു. അല്ല അതല്ല, എനിക്ക് ആ യൂണിയനുമായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യം, കുഴപ്പമില്ല, പിന്നെ ഇന്നലെ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ, സെക്യൂരിറ്റിക്കാരനെ വിളിച്ച് ചീത്തയും പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അല്ല എനിക്ക് യൂണിയൻ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അല്ല ആ 2-3 പയ്യന്മാർ എൻ്റെ ഉണ്ട്, അവന്മാരെ കയറ്റിക്കൂടെ? ഞാൻ പറഞ്ഞു യൂണിയനായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ അവരെ കയറ്റണമെന്ന് പറയണ്ടേ? എങ്കിൽ വേണ്ട, അവരെ കയറ്റണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെക്കട്ടെ. അല്ല ഒരു കാര്യം കൂടെ, എന്താ ലീഡറെ കണ്ടോ? ഞാൻ പറഞ്ഞു കണ്ടു. ഞാൻ പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞു നേതാക്കന്മാർ 3 പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഇനി ലീഡറെ കാണുമ്പോഴത്തേക്ക് ഞാൻ പ്രശ്നക്കാരനല്ല എന്നൊന്ന് പറയാമോ? ഞാൻ പറഞ്ഞു ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അവരൊക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് ആ പേരുകളൊന്നും പറയാത്തത്. പക്ഷേ ആ ലെവലിലുള്ള സപ്പോർട്ടാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ നിന്ന് കിട്ടിയത്. പലപ്പോഴും പലരും ചോദിക്കും ടെക്നോ പാർക്കിൻ്റെ ക്രെഡിറ്റ് ആർക്കാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു ടെക്നോ പാർക്കിൻ്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഐഡിയക്കുള്ള ക്രെഡിറ്റ് EK നായനാർ, ഗൗരിയമ്മ, KPP നമ്പ്യാർ. ഇംപ്ലിമെൻറ്റേഷനുള്ള ക്രെഡിറ്റ് K കരുണാകരൻ, കുഞ്ഞാലിക്കുട്ടി, KM ചന്ദ്രശേഖരൻ, പിന്നെ AK ആൻ്റണി മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിനും. കാരണം ആ മാറി മാറി വന്ന ആ ഗവൺമെൻറ്റുകൾ അതിനൊരു ടോട്ടൽ സപ്പോർട്ടും എനിക്കതിനുള്ള ടോട്ടൽ ഫ്രീഡവും തന്നുകൊണ്ടാണ് ആ പ്രോജക്റ്റ് ആ ലെവലിലേക്ക് ഞങ്ങൾക്ക് വളർത്തിക്കൊണ്ടുപോകാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് ടെക്നോ പാർക്കിൻ്റെ തുടക്ക പീരീഡ് വരുന്നത്.